ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. നായകൻ ഹാരി കെയ്നിന്റെ ഇരട്ട ഗോൾ തിളക്കത്തിലാണ് ഇംഗ്ലണ്ടിന്റെ വിജയം. 2-നെതിരെ 4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തകർത്തത്. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എല്ലിലെ ദെല്ല സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഗ്രൂപ്പ് എല്ലിലെ മത്സരം ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ ഒരു ത്രസിപ്പിക്കുന്ന മത്സരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് തീപ്പൊരി ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിക്ക് തിരിച്ചടി എന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടും ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും തമ്മിൽ ഒരു നല്ല മത്സരമായിരുന്നു കാഴ്ചവെച്ചത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിന്ന ഒരു സ്റ്റാറ്റ്സ് തന്നെ ആയിരുന്നു മത്സരത്തിൽ. ആദ്യ പകുതിയുടെ 12ാം മിനിറ്റിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോൾ പിറന്നത്. ഒരു പെനാൽറ്റിയിലായിരുന്നു. ഹാരി കെയ്ൻ എടുത്തൊരു പെനാൽറ്റി ലൂക്ക മോഡ്രിച്ച് ബോക്സിനകത്ത് നടത്തിയൊരു ഫൗൾ റഫറി പെനാൽറ്റി വിധിക്കുകയും ആദ്യ ശ്രമം പാഴാവുകയും പക്ഷേ ഗോൾ കീപ്പറുടെ ഒരു പിഴവ് മൂലം അത് റീടേക്ക് ചെയ്യുകയും ആ ശ്രമത്തിൽ ഹാരി കെയ്ൻ അത് അതിമനോഹരമായ വലയിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ 1-0 12ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് മുന്നിട്ടിരുന്നു. 32ാം മിനിറ്റിലായിരുന്നു ക്രൊയേഷ്യ തിരിച്ചടിച്ചത്. അവരുടെ മാർട്ടിൻ ബത്തുറീന ഒരു അതിമനോഹരമായ ഡി ഏരിയയിൽ വെച്ച് ബോക്സിന് പുറത്ത് വെച്ച് ഒരു അതിമനോഹരമായ ഷോട്ട് അവരുടെ പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് തുളച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ 1-1 32ാം മിനിറ്റിൽ 1-1 ഒപ്പമെത്തി ക്രൊയേഷ്യ. പിന്നീട് 42ാം മിനിറ്റിൽ വീണ്ടും ഡെക്ലാൻ റൈസിന്റെ ഒരു കോർണർ കിക്ക് അതിമനോഹര ഹെഡറിലൂടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ വീണ്ടും വലകൊലുക്കി 2-1 ലീഡ് സമ്മാനിച്ചു ഇംഗ്ലണ്ടിന്. ഇതേ 45ാം മിനിറ്റിൽ 45+ മിനിറ്റിൽ പീറ്റർ മുസൈലൂടെ ക്രൊയേഷ്യ അവരുടെ 2ാം ഗോളും കണ്ടെത്തി അതിമനോഹരമായ ത്രില്ലർ ഫസ്റ്റ് ഹാഫ് നൽകി 2-2 ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയും ചെയ്തു. രണ്ടാം പകുതി എടുത്തു നോക്കിയാൽ ആക്രമണം ശക്തമാക്കിയ ഇംഗ്ലണ്ട് 47ാം മിനിറ്റിൽ തന്നെ ബെല്ലിംഗ്ഹാമിലൂടെ ഹാരി കെയ്ൻ നൽകിയ ഒരു അസിസ്റ്റിൽ ബെല്ലിംഗ്ഹാം നേടിയ ഒരു ഗോളിലൂടെ 3-2 മുന്നിലെത്തുകയും ചെയ്തു. അതിനുശേഷം ഇരു ടീമുകളും ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു പിടി മുന്നിൽ ആക്രമണത്തിലും ഷോട്ടുകൾ കൂടുതൽ എടുത്തതും ചെയ്തത് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു. ഇംഗ്ലണ്ടായിരുന്നു ഒരു പിടി ക്രൊയേഷ്യയെക്കാളും കുറച്ചുകൂടി ആക്രമണത്തിലും ബോൾ പൊസിഷനിലും മുന്നിട്ട് നിന്നത്. അതുപോലെ തന്നെ 85ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിലെ 4ാം ഗോൾ പിറന്നു. പകരക്കാരനായി ഇറങ്ങിയ റാഷ്ഫോർഡ് സാക്കയുടെ ഒരു അസിസ്റ്റിൽ നിന്നും അതിമനോഹരമായ ഗോൾ വലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതോടുകൂടി 4-2 എന്ന സ്കോറിൽ കളി അവസാനിക്കുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തു. ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് നേടിയത് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ തന്നെയായിരുന്നു. 2 ഗോൾ നേടിയ ഹാരി കെയ്ൻ ബെല്ലിംഗ്ഹാമിന്റെ ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി 3 പോയിന്റുമായി ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് ആദ്യ കളി അവിസ്മരണമാക്കി തീർക്കുകയും ചെയ്തു.